യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വലിയ സ്നേഹത്തോടെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം, ആശ്വാസം തരുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, വലിയവനായ ദൈവം കർത്താവായ യേശു. അവൻ ആരിലും ഉന്നതനാണ്, ആരിലും വലിയവനാണ്. ആ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ്. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. തൻ്റെ സഹോദരനെ ഭയന്ന് ഒളിച്ചോടി. അതിനുശേഷമുള്ള യാക്കോബിൻ്റെ ജീവിതം കഷ്ടതയുടെയും സഹനത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒക്കെ ജീവിതമായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് സമ്പന്നനായിട്ട് യാക്കോബ് തിരിച്ചു വരുന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭാര്യയും മക്കളും തലമുറകളും സമ്പത്തുമൊക്കെ ആയിട്ട് ജോർദാൻ നദിക്കരയിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ് യാക്കോബ്, ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇന്ന് വലിയൊരു സമൂഹമായിട്ട് സമ്പന്നനായിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, ജീവിതത്തിൽ ഉയർച്ച നൽകുന്നത്, സമ്പത്ത് നൽകുന്നത്, ജീവിത വിജയം നൽകുന്നത് ദൈവമാണ്. സഹനങ്ങളിലും വേദനകളിലും തകർച്ചകളിലും ദൈവത്തെ പഴിക്കാതെ ശാന്തമായി ദൈവത്തോട് നീ അടുത്തു നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം തക്ക സമയത്തു തരുന്ന ഒരു ദൈവം. വചനം പറയുന്നു, തക്ക സമയത്തു നിന്നെ ഞാൻ ഉയർത്തും. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ഉയർത്തപ്പെടുവാൻ. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് വിടുതലിന് വേണ്ടി. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് സൗഖ്യത്തിന് വേണ്ടി. 38 വർഷക്കാലം ബത്സയിദ കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടന്നു, രോഗിയായി കിടന്നു.
ആ മനുഷ്യന്റെ അടുക്കൽ വന്ന് യേശു ചോദിക്കുകയാ, നീ സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? ആ മനുഷ്യൻ പറയുന്നു, ഈ കുളത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ആരുമില്ലാത്തവർക്ക് ആശ്രയമായിട്ട് യേശു വരികയാണ്. ആരുമില്ലാത്തവർക്ക് സഹായമായിട്ട് യേശു കടന്നു വരികയാണ്. ബത്സയിദ കുടക്കരയിൽ ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് രോഗിയായിട്ട് കിടന്നു. കുളത്തിലെ വെള്ളമിളകുമ്പോൾ ആ വെള്ളത്തിലേക്കൊന്ന് ഇറക്കുവാൻ, ആ മനുഷ്യനെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു സമയമുണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ, സൗഖ്യം നൽകുവാൻ, നമ്മെ വിടുവിക്കുവാൻ. ആ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി ശാന്തമായിട്ട് നീ കാത്തിരിക്കണം. തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ശാന്തമായി കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ക്ഷമയോടെ നീ കാത്തിരുന്നാൽ തക്ക സമയത്ത് കർത്താവ് വരും. അവൻ താമസിക്കത്തില്ല, അവൻ നേരത്തെ വരത്തില്ല. തക്ക സമയത്ത് കർത്താവ് വരും. അവൻ നിന്നെ ഉയർത്തുകയും ചെയ്യും. ബത്സയിദ കുടക്കരയിൽ കിടന്ന മനുഷ്യനെ യേശു ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യപ്പെടുത്തി. നിന്റെ കിടക്കമെടുത്ത് നീ നടക്കുക. തൽക്ഷണം ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. അത് കർത്താവിൻ്റെ സമയമായിരുന്നു, അവൻ്റെ രക്ഷയുടെ സമയം, അവൻ യേശുവിനെ തിരിച്ചറിയുന്ന സമയം. യേശുവെന്ന ലോകത്തിൻ്റെ ഏകരക്ഷകനെ ആ മനുഷ്യൻ കണ്ടുമുട്ടിയ സമയം. ആർക്കും വേണ്ടാത്തവനായി അവിടെ കിടന്ന മനുഷ്യൻ്റെ മേൽ കർത്താവിൻ്റെ ഇടപെടൽ, സ്വർഗത്തിൻ്റെ ഒരു സ്പർശനമുണ്ടാവുകയാണ്. കർത്താവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ പിന്നീട് ദേവാലയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ നീ പാപം ചെയ്യരുത്. ദൈവം നിന്നെ ഉയർത്തും, നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഉയർത്തി അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറന്നു നീ ജീവിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ മറന്നു നീ ജീവിക്കരുത്. അഹങ്കാരം, ധാർഷ്ട്യം, പൊങ്ങച്ചം, ഞാനെന്ന ഭാവം ചില വ്യക്തികൾ പറയാറുണ്ട്. തൻ്റെ ഇടത്തോടെ പറയുന്ന വാക്കാണ് ചിലര്, ഇതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഭോഷനായ മനുഷ്യ, അധ്വാനിക്കാൻ നിനക്ക് ബുദ്ധി തന്നതാരാ? അധ്വാനിക്കാൻ നിന്റെ ശരീരത്തിന് ശക്തി തന്നതാരാ? അധ്വാനിക്കാൻ നിനക്ക് ജീവനും ബലവും തന്നതാരാ? ദൈവമാണ്. മനുഷ്യൻ അഹങ്കരിക്കരുത്. നിന്റെ അഹങ്കാരം നിന്റെ ജീവിതത്തെ തകർത്തു കളയുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. യാക്കോബേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ ഒത്തിരി സഹിച്ചു കടന്നുപോയ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുകയാണ്. കർത്താവ് ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. കാൽവരി കുരിശിലെ മരണത്തിലൂടെ എന്നെയും നിങ്ങളെയും മാനവരാശി മുഴുവൻ രക്ഷിച്ചിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രക്ഷ നൽകുന്നത് ദൈവമാണ്. ദൈവം നമ്മളെ രക്ഷിച്ചാൽ ആ രക്ഷ നിത്യമായിരിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം നിത്യമായിരിക്കും. ഹല്ലേലൂയ. നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് എനിക്കും നിങ്ങൾക്കും ഒരു വാക്ക് നൽകുകയാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, തിരമാലകൾ ആർത്ത് ഇരമ്പുമ്പോൾ ആ തിരമാല നിന്നെ മുക്കിക്കളയത്തില്ല. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 14 നമ്മൾ വായിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയുണ്ട്. യേശു ചെയ്തതാണ്. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു വരികയാണ്. തിരമാലകൾക്ക് മീതെ നടന്നു വരുന്ന ദൈവം. വലിയ കാറ്റിലും കോളിലും വഞ്ചി ആടി ഉലയുമ്പോൾ അപ്പസ്തോലന്മാർ
പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സമയം. യേശു തിരമാലകൾക്ക് മീതെ നടന്നു വരികയാണ്. തിരമാലകൾക്ക് മീതെ നടന്നു വരുന്ന യേശു നിന്റെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നീ തിരിഞ്ഞു നോക്കുക, നിന്റെ പിന്നിൽ യേശു ഉണ്ടായിരിക്കും. തിരമാലകൾക്ക് മീതെ നടന്നു വന്നവൻ നിന്നെ തെരഞ്ഞെടുത്തവനാണ്. തിരമാലകൾക്ക് മീതെ, വെള്ളത്തിന് മീതെ നടന്നു വന്നവൻ സമുദ്രത്തിൽ മുങ്ങിത്താഴുവാൻ അനുവദിക്കത്തില്ല. നിന്റെ കഴുത്തപ്പം വെള്ളം വന്നേക്കാം, തല മൂടത്തക്കവണ്ണം വെള്ളം വന്നേക്കാം. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് താന്നു പോകുന്നവരുടെ ജീവിത അനുഭവങ്ങൾ, തകർച്ചയുടെ, പരാജയത്തിൻ്റെ ഒരു കച്ചുതുരുമ്പ് പോലും പിടിക്കാനില്ലാത്ത അവസ്ഥയിൽ നീ എത്തിച്ചേർന്നേക്കാം. നീ പേടിക്കണ്ട. സമുദ്രത്തിൽ മുങ്ങിത്താഴുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. തിരമാലകൾക്ക് മീതെ നടന്നവൻ നിന്റെ കൈകളിൽ ബലമായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ തിരമാലകൾ നിന്നെ മൂടത്തില്ല. ജീവിതത്തിലെ വലിയ തകർച്ചകൾ നിന്നെ ഒരിക്കലും തകർത്ത് കളയുകയുമില്ല. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയത്തില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കത്തില്ല. നദികൾ നിന്നെ മുക്കിക്കളയത്തില്ല. പെരുവെള്ളം ഇരമ്പി വന്നാലും ആ വെള്ളത്തിന് നിന്നെ മുക്കിക്കളയാൻ ആവത്തില്ല. ഒന്നിന് പുറകെ ഒന്നായി പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികൾ നിന്നെ തകർത്തു കളയത്തില്ല. പ്രതിസന്ധികളെ തടഞ്ഞു നിർത്തുന്നവൻ യേശു നിന്റെ കൂടെയുണ്ട്. കല്ലറയെ പിളർത്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ കൂടെയുണ്ട്. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളൽ ഏൽക്കത്തില്ല. അഗ്നിയിലൂടെ നടന്നാൽ തീ നിന്നെ പൊള്ളിക്കത്തില്ല. ഒരു തീക്ക് നിന്നെ പൊള്ളിക്കാനായിട്ടാവത്തില്ല. അത്രമാത്രം വലിയ ഒരു സംരക്ഷണത്തിൻ്റെ വലയിൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം പരിപാലിച്ചു കൊണ്ടിരിക്കും. ഉറപ്പാണിത്, മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിന്റെ കാലിന് പൊള്ളലേൽക്കത്തില്ല. നിന്റെ ശരീരത്തെ ഒരു രോമം പോലും കരിഞ്ഞു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അത്ര അധികമായിട്ട് നീ ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉള്ളിലാണ്. ഒരിക്കലും വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയിൽപ്പെട്ട് നമ്മൾ നഷ്ടം തിരിയുന്നവരായിട്ട് മാറരുത്. ഏത് സാഹചര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടാലും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. മുറിവേറ്റ ക്രിസ്തു മുറിപ്പാടുള്ള കരം നീട്ടി നിന്നെ പിടിക്കും. നീ മുങ്ങിത്താഴത്തില്ല, പൊള്ളലേൽക്കത്തില്ല, വെള്ളം നിന്നെ മൂടത്തില്ല. അവിടെയെല്ലാം കർത്താവ് നിന്നെ ഉയർത്തി നിർത്തുന്നവനാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവും പരിശുദ്ധനും ഇസ്രായേലിൻ്റെ രക്ഷകനുമാണ്. ഈ കഴിഞ്ഞ ജനുവരി മാസം നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൻ, ഭാര്യയും 3 മക്കളുമുണ്ട്. അവർ എന്നെ കാണുവാനായിട്ട് വന്നു. വന്നിട്ട് അവർ പറഞ്ഞൊരു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. വർഷങ്ങളായി വിദേശത്ത് പോയിട്ട് പറ്റുന്നത് പോലെയൊക്കെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്താണ്. അവിടെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ ശ്രമിച്ചിട്ട് ഇതുവരെ നടന്നില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നു. നാട്ടിൽ സഹോദരങ്ങളെ, കുടുംബത്തെയൊക്കെ സഹായിക്കേണ്ട കടമയുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു അല്പം സ്ഥലമുണ്ട്, അത് വിറ്റ് കിട്ടിയാൽ അതെനിക്ക് വലിയൊരു പ്രയോജനമായിട്ട് മാറും. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ മകന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ, വലിയ പ്രതിസന്ധിയിൽ. കാരണം മുൻപോട്ട് പോകാൻ അത് വിൽക്കല്ലാതെ മറ്റൊരു മാർഗമില്ല. സമുദ്രം മുക്കി താത്തുകളയുന്നുമുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ
എന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി ഇടപെടണം. ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഈ മാസം ധ്യാനാവസരത്തിൽ എന്നെ കാണാനായിട്ട് വന്നിട്ട് പറഞ്ഞു, ജനുവരിയിൽ ആ ധ്യാനത്തിന് പങ്കെടുത്തു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ആ വസ്തുവിൻ്റെ വിൽപ്പന നടന്നു. കടഭാരങ്ങൾ തീർന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് എനിക്ക് ഉത്തരം നൽകി. നോക്കുക, 5 ദിവസം ദൈവവചനത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ ഇരുന്നു. അവിടുന്ന് വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107:20. കർത്താവ് തന്നെ വചനം അയച്ചുകൊണ്ട് ആ മകനെ ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുക. അത്ഭുതകരമായിട്ട് വസ്തു വിറ്റു, കടബാധ്യതയെല്ലാം തീർന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി. വലിയ സന്തോഷത്തോടെ അദ്ദേഹം ഇക്കാര്യമെന്ന് പങ്കുവെച്ചു. നോക്കുക, ദൈവം നമ്മുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. നീ മുങ്ങി താണ് തീർന്നു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നീ പൊള്ളലേറ്റ് വെന്ത് നീറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നദി കടക്കാൻ നേരം നദി വറ്റിച്ചു നിന്നെ അക്കരെ കടത്തുവാൻ കർത്താവ് ശക്തനാണ്. നിനക്ക് വേണ്ടത് എന്താണോ അത് അനേകരിലൂടെ എത്തിച്ചു തരാൻ കർത്താവ് ശക്തനാണ്. പക്ഷെ നീ എപ്പോഴും വലിയ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് വിലപ്പെട്ടവനാ, നീ എനിക്ക് ബഹുമാന്യനാ. നോക്കുക, ദൈവം നമ്മോട് സംസാരിക്കുക വ്യക്തിപരമായിട്ട്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് പ്രിയങ്കരനാ, നീ എനിക്ക് ബഹുമാന്യനാ. നിന്റെ രൂപവും ഭാവവും ആകൃതിയും നിറവും എന്തുമായിക്കൊള്ളട്ടെ, നീ എങ്ങനെയാണെങ്കിലും നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. കാരണം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് നിന്നെ അയച്ചത് ഞാനാ. എൻ്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. എല്ലാവരും തഴഞ്ഞാലും ആരും പരിഗണിച്ചില്ലെങ്കിലും എല്ലാവരും നിന്നെ മോശക്കാരനായി കണ്ടാലും നിന്റെ കർത്താവിന് നിന്നെ മോശക്കാരനായിട്ട് കാണാൻ പറ്റില്ല. നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, ബഹുമാന്യനാ, നീ എനിക്ക് അമൂല്യനാ. നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ ജീവന് വലിയ വിലയുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ ജീവിതത്തിന് വലിയ വിലയുണ്ട്. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ജീവനും എൻ്റെ ജീവിതത്തിനും വിലയുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കുന്ന ഒരു ദൈവം, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം, തകർന്നടിയുവാൻ, തന്നു പോകുവാൻ, തകർക്കപ്പെടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. യേശു നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ തിരിച്ചറിയണം. ആ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. നീ ഭയപ്പെടേണ്ട. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. വിശ്വസിക്കാം. കർത്താവിന് നമുക്ക് നന്ദി പറയാം. എല്ലാവരും ഒന്ന് എണീക്കാമോ? 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. യേശുവേ, യേശുവേ, അനുഗ്രഹം വർഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന്, സമുദ്രത്തിൻ്റെ ആഴത്തട്ടിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് എന്നെ അങ്ങ് ഉയർത്തണമേ. ചതിക്കണികളിൽ പെട്ടുകിടക്കുന്ന എൻ്റെ ജീവിതത്തെ അങ്ങ് രക്ഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തകർച്ചകളും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പരാജയങ്ങളും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തോൽവികൾ വിജയങ്ങളായിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരാജയങ്ങൾ വലിയ ഉയർച്ചയായിട്ട് മാറട്ടെ. വാനോളം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് അമൂല്യനാണ്. നിന്റെ വില
എൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, എൻ്റെ ജീവൻ്റെ വിലയാണ്. ഒരിക്കലും യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. യേശുവെ നന്ദി, യേശു മഹത്വം. ആമേൻ. നമുക്കിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കാം. കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനം കൂടിയ ഒരു മകളാണ്. നമ്മൾക്ക് കിട്ടിയ അത്ഭുത രോഗശാന്തി സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം പറയുന്നു, ഐ ആം യാഹ്വേ യുവർ ഹീലർ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. സൗഖ്യദായകനായ യേശു ഈ മകൾക്ക് നൽകിയ അത്ഭുത സാക്ഷി നമ്മൾ കേൾക്കുകയാണ്. മോടെ പേരെന്താ? സോന. എവിടാ വീട്? എവിടെയാ? നോർത്ത് പറവൂര്, എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ മകളുടെ കാൽമുട്ടിൽ ലഭിച്ച അത്ഭുത രോഗശാന്തി സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അതിൻ്റെ എക്സ്റേയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് ഇവൾ എത്തിയിരിക്കുന്നത്. ആ സാക്ഷി നമുക്ക് കേൾക്കാം. എന്തായിരുന്നു രോഗമെന്നും കർത്താവ് നൽകിയ സൗഖ്യം കേൾക്കാം. ഞാൻ 7 പഠിക്കുമ്പോൾ തൊട്ടാണ് കാലിൻ്റെ ഈ മുട്ട് ഈ ചിരട്ട തെറ്റി വീഴണത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ MRI എടുത്ത് അപ്പോൾ പറഞ്ഞ് പാട പോയി കിടക്കണമെന്ന്. അന്നേരം അതിനുള്ള മരുന്ന് തന്ന്. പിന്നെ 7-ലെ പഠിത്തം കഴിഞ്ഞ്, പിന്നെ 8-ലെ കഴിഞ്ഞ്, 9-ലെ കഴിഞ്ഞ്, 10-ൽ പഠിച്ചുകൊണ്ടിരിക്കുക. ജൂൺ മാസം മുഴുവൻ പോയി. ജൂലൈ 1-ന് ചിരട്ട തിരിഞ്ഞ് വീണ്. പിന്നെ അങ്ങോട്ട് പഠിക്കാൻ പോയിട്ടില്ല. എക്സാം ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഭയങ്കര നീരും ഇതൊക്കെ ആയിരുന്നു, വേദനയും എല്ലാം, കാലനക്കാനേ പറ്റൂല. എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇത് MRI എടുക്കണം. MRI എടുത്തു കഴിഞ്ഞപ്പോൾ അതിലൊന്നും തെളിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ കീ ഹോള് ചെയ്തപ്പോൾ ഡോക്ടർ അതിലെല്ലാം ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു. അന്ന് അത് ചിരട്ട പൊടിഞ്ഞുപോയി. കാർട്ടിലേജും ലിഗമെൻറ്റും എല്ലാം പോയി, എല്ലാം തകർന്നു. അതായത് കാൽമുട്ടിൻ്റെ ചിരട്ട പൊടിഞ്ഞുപോയി, കാർട്ടിലേജ്, ലിഗമെന്റ് എല്ലാം ദ്രവിച്ചു പോയ അവസ്ഥയിലായിരുന്നു ഇവരുടെ 2 കാൽമുട്ടുകളും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു വലിയ തുകയുടെ ഓപ്പറേഷൻ ആവും. ആ ഓപ്പറേഷൻ ആയപ്പോൾ കാശ് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അങ്ങനെ ഓപ്പറേഷന് മുമ്പ് ഞങ്ങൾ ഈ യേശുവാടിലും വലിയവൻ ശാലോമിൽ കാണാറുണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും കാണാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി, അമ്മാമ്മേ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലാന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ അതിനെന്താണ് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞായറാഴ്ച വന്ന് അതിന് ശേഷം തിങ്കളാഴ്ച ഉച്ചക്കൂണിന് മുമ്പുള്ള സൗഖ്യ ശുശ്രൂഷയിൽ എനിക്ക് സൗഖ്യം കിട്ടി. ഞാൻ എന്നിട്ട് ഇനിയൊരു ഓപ്പറേഷനും കൂടി വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ സൗഖ്യ ശുശ്രൂഷയിൽ വെച്ച് സൗഖ്യപ്പെട്ട് എന്നിട്ട് അവിടെ ആ രോഗികളുടെ അവിടെയാണ് കിടന്നിരുന്നത്. ആ രോഗികളുടെ അവിടെ കിടന്നപ്പോൾ ഈ സൗഖ്യ ശുശ്രൂഷയിൽ ഒരു ബ്രദർ പറഞ്ഞ് നീ അതായത് ഈ മകള് കഴിഞ്ഞ വണ്ണം വരുമ്പോൾ അവിടെ കിടന്നാണ് ധ്യാനം കൂടിയത്. സൗഖ്യപ്രാർത്ഥനയിൽ യേശു ഇവളെ സ്പർശിച്ചു. ഈ മകൾ എണീറ്റ് നടന്നു. അത്ഭുത സൗഖ്യമാണ് കിട്ടിയത്. ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കരമെത്തി പിടിക്കുക. ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് ധ്യാനിക്കുന്നുണ്ടെങ്കിൽ. ഡോക്ടറാണോ? ആണോ? അങ്ങോട്ട് വരാമോ? ഹല്ലേലൂയ. ഡോക്ടർ പറയുന്നത് എക്സ്റേയിൽ അനുസരിച്ച് ഒരു കുഴപ്പമില്ല. ആണോ? നിർമ്മല ഇതിൽ പറ്റല. ചിരട്ടയുടെ ഈ ചിരട്ട ഇതിലുണ്ട്. ചിരട്ട കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു
വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു, ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു, ആരിലും